തുടർച്ചയായി 4-ാം ദിവസവും ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരു പുതിയ നീക്കവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു. കാരണം ഇസ്രയേൽ ഇറാൻ്റെ സൈനിക മേഖലയെ തകർത്തെറിയുന്നു, സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നു, എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്നു. അപ്പോൾ വിചാരിച്ച രീതിയിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഇറാന് സാധിക്കുന്നില്ല എന്ന് അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന അവിടുത്തെ ആത്മീയ ആചാര്യൻ തിരിച്ചറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ഒരു സഹായം തേടുകയാണ്. അതായത് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളെയും അങ്ങോട്ട് കയറി സഹായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ഭരണകർത്താവാണ് ഈ പറയുന്ന എർദോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ തൊയ്ബ് എർദോഗൻ്റെ ഒരു പിന്തുണ തേടുന്നു. ഒപ്പം സൗദി അറേബ്യയുടെ സഹായം വേണം. അങ്ങനെ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഒരു ആർമി രൂപീകരിക്കുന്നു. അതായത് തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഇസ്ലാമിക് ആർമി രൂപീകരിക്കണം. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് അയത്തുള്ള അലി ഖമനേയി നേതൃത്വം നൽകി തുടങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ നിലവിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇറാൻ്റെ കൈവശമില്ല. കഴിഞ്ഞ ദിവസം അവിടുത്തെ എണ്ണപ്പാടങ്ങളെല്ലാം തന്നെ കത്തിച്ചതോടുകൂടി ഇറാന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞായറാഴ്ച ഇന്നലെ തന്നെ 50 വിമാനങ്ങളാണ് അവരുടെ 80 കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം നടത്തിയത്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നില്ല. ഇതുവരെയുള്ള ആക്രമണത്തിൽ ഏതാണ്ട് 400ഓളം ഇറാൻ ജനത കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം ഇസ്രയേൽ ഒരു പുതിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇറാൻ്റെ ആണവ സംഭരണ കേന്ദ്രങ്ങൾക്കും ആയുധ നിർമ്മാണശാലകൾക്കും അത് സംഭരിച്ചു വെച്ചിരിക്കുന്ന മേഖലകൾക്ക് നേരെ ആക്രമണം നടത്താൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇറാനിയൻ ജനത, അവിടേക്ക് താമസമാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ജനത, ഇവരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പലായനം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വ്യോമാക്രമണം നടത്തുമ്പോൾ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടാം. അപ്പം വലിയൊരു മുന്നറിയിപ്പ് നേരിട്ട് തന്നെ ഇസ്രയേൽ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഇറാനും ഞെട്ടിപ്പോയി. മാത്രമല്ല ഇസ്രയേൽ ഇന്നലെ നടത്തിയ ഒരു ആക്രമണത്തിൽ IRGCയുടെ ഇൻ്റലിജൻസ് തലവനായ ബ്രിഗേഡിയർ മുഹമ്മദ് ഖസമിയും കൊല്ലപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് ഖസമിയെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇറാനെ ഭയപ്പെടുത്തി. കാരണം അയത്തുള്ള അലി ഖമനേയിലേക്ക് ഇപ്പോൾ വിവരങ്ങൾ എത്തിയിരുന്ന റൂട്ടായിരുന്നു ഇൻ്റലിജൻസ് മേധാവിയായ ബ്രിഗേഡിയർ മുഹമ്മദ് ഖസമി. ഡെപ്യൂട്ടി ജനറൽ ആയിട്ടുള്ള ഹസൻ മൊസാക്കിയും കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവരെ കൊല്ലുന്നതിനൊപ്പം തന്നെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും തീർത്തു. അപ്പോൾ ഇപ്പോഴും ഇറാനുള്ളിൽ മൊസാദിൻ്റെ ചാരന്മാർ, മൊസാദിൻ്റെ കമാൻഡോകൾ ഈ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ റഡാറുകളൊക്കെ ചോർത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. ഇസ്രയേലിന് വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എണ്ണപ്പാടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായി അവർ സ്ഥാപിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇസ്രയേൽ തകർത്തെറിഞ്ഞിരുന്നു. കാരണം 200ഓളം വിമാനങ്ങൾ ഉൾപ്പെടുന്ന സ്ക്വാഡ്രണുകളാണ് നേരിട്ട് ഏതാണ്ട് 1500 കിലോമീറ്റർ അപ്പുറത്തേക്ക് പറന്നെത്തി ഇറാനെ ആക്രമിച്ചത്. ഒരു തരത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ ഇറാന് സാധിച്ചില്ല. അതുകൊണ്ട് വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്താം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത് 100% ജൂതന്മാരെ തീർക്കാൻ ഇറങ്ങിയ ഇറാനെ തീർത്ത് കെട്ടാതെ ഞങ്ങൾ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അവസാനിപ്പിക്കില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിന് നേർക്ക് കുറച്ച് ആക്രമണങ്ങളൊക്കെ നടത്തി. അതായത് ബാത്തിയാം എന്ന് പറയുന്ന മേഖലയിലാണ് ഏറ്റവും അധികം ആക്രമണം ഉണ്ടായത്. 8 നില കെട്ടിടം തകർന്നിരുന്നു. അവിടേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ് എന്നിവർ വിസിറ്റ് ചെയ്യാൻ എത്തി എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. എന്നിട്ട് പറയുന്നു ഈ ഉണ്ടായ ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷതമാണ്. നമ്മൾ ശക്തമായിട്ട് അടിക്കും. അവരുടെ ആണവ കേന്ദ്രങ്ങളെ തകർത്തെറിയും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്ന് പറയുന്നത് എന്താ? ഇസ്രായേലും ഇറാനും സംയമനം പാലിക്കണം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം. ഇത് കണ്ടിട്ട് ഇറാൻ പറയുന്നു ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ തന്ത്രങ്ങൾ അല്ലെ ഇരട്ടത്താപ്പൊന്നും ഞങ്ങളോട് വേണ്ട. കാരണം ഇസ്രയേലും അമേരിക്കയും കൂടെ സംയുക്തമായി പ്ലാൻ ചെയ്താണ് 200ഓളം വിമാനങ്ങളെ അയച്ചുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി, എണ്ണപ്പാടങ്ങളെയൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടി നടത്തിയ ആക്രമണം. അതുകൊണ്ടാണ് അബ്ബാസ് അരഗാച്ചി എന്ന് പറയുന്ന അവിടുത്തെ വിദേശകാര്യ മന്ത്രി പറയുന്നത് അമേരിക്ക ഇസ്രയേലിന് നൽകിയ സൈനിക സഹായം, സാമ്പത്തിക ആയുധ സഹായം, ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണവുമായിട്ട്
മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. ആ തിരിച്ചടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആയത്തുള്ള അലി ഖമനൈ ഭയപ്പെടുന്നുണ്ട്. കാരണം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ ഉൽപ്പാദനം ഏതാണ്ട് തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. സൈനിക തലവന്മാരെ ഒന്നിനു പുറകെ ഒന്നായി തട്ടുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസ് മേധാവിയെ പോലും പ്രിസൈസ് അറ്റാക്കിലൂടെ കൊലപ്പെടുത്തി. അവശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കുന്നു. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന മതാചാര്യൻ മാത്രമാണ് ഏതാണ്ട് അവശേഷിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രസിഡന്റായ പെസഷ്കിയാനെ രംഗത്തിറക്കി ചില നീക്കങ്ങളാണ് നടത്തുന്നത്. കാരണം അറബ് രാജ്യങ്ങൾക്ക് നേരെ ഒരു ഭീഷണി ഇവർ ഉയർത്തിയിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾ അമേരിക്കയുടെ അറബ് രാജ്യങ്ങളിലെ ആർമി കേന്ദ്രങ്ങളെ, ആർമി ബേസുകളെ ആക്രമിക്കും. അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയുടെ, ബഹ്റൈൻ്റെ, കുവൈറ്റിൻ്റെയൊക്കെ മേൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാകും. അപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഈ അറബ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല എണ്ണപ്പാടങ്ങൾക്ക് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ഇസ്ലാമിക് ആർമി രൂപീകരിച്ചുകൊണ്ട് ഇസ്രയേലിനെ തകർക്കാൻ, അല്ലെ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രം ഇറാൻ ഒരുക്കുന്നത്. അപ്പോൾ എർദോഗൻ എന്ന് പറയുന്ന തുർക്കി ഭരണാധികാരി ഇതിന് പൂർണ്ണ പിന്തുണ നൽകും, സംശയമൊന്നും വേണ്ട. പാകിസ്ഥാനും അവർ പറഞ്ഞാൽ കേൾക്കും. പക്ഷേ സൗദി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തി 4 ദിവസം പിന്നിട്ടിട്ടും അറബ് രാജ്യങ്ങൾ ഇറാൻ അനുകൂലമായ ഒരു നിലപാടൊന്നും സ്വീകരിച്ചിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണം, പശ്ചിമേഷ്യ സംഘർഷഭരിതമാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പിന്തുണ ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നിലപാടൊന്നും പുടിൻ സ്വീകരിച്ചില്ല. ട്രംപിനെ ഫോണിൽ വിളിച്ച് ആശങ്ക അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇനി ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരും. കഴിഞ്ഞ ദിവസം നതാൻസിന് നേരെ വീണ്ടും ആക്രമണം നടത്തി. കാരണം ഈ നദാൻസിലാണ് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഗവേഷണവും അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊന്ന് ഫോർദോയാണ്. ഫോർദോയ്ക്ക് നേരെയും ആക്രമണം നടത്തി. അപ്പോൾ മലനിരകളാൽ, പർവ്വതങ്ങളാലൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമെന്ന ഒരു അഹംഭാവം ഇറാൻ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ നടുവൊടിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിനോട് ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനൈയെ അങ്ങ് തട്ടിയേക്കാമെന്ന്. പക്ഷേ ട്രംപ് പറയുന്നു അങ്ങനെയുള്ള ഒരു നീക്കം ഇപ്പം നടത്തരുത്. അപ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഖമനയുടെ ആയുസ് നീട്ടിക്കിട്ടുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം അമേരിക്കൻ ജനതയ്ക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല, അവർക്ക് ആക്രമണത്തിൽ പങ്കില്ല, പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഈ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത്? അപ്പം അമേരിക്കൻ ഭരണകൂടത്തിനിടയിൽ അത്തരം ഒരു ചർച്ചയുണ്ട്. നമ്മൾ അനാവശ്യമായി ഈ യുദ്ധത്തിൽ കയറി പങ്കാളികളാവണ്ട, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ അറേബ്യൻ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തുടർച്ചയായി ഇറാൻ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ആസ്ഥാനമായ പെൻറ്റഗൺ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആക്രമണം നടന്നത്. ബത്യാമിലെ 8 നില കെട്ടിടം തകർന്നു. ഒപ്പം തന്നെ അവരുടെ പുരാണ നഗരമായ ജെറുസലേമിന് നേരെ ആക്രമണം നടത്തി. ഏതാണ്ട് 14 ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു. ഇവരുടെ വിവരങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പുറത്തുവിടുന്നതും അതുപോലെ തന്നെ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ, നാശനഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ബോധ്യപ്പെടുത്തുന്നു. ഇതിൻ്റെയൊക്കെ കാരണം ഞങ്ങൾ ശക്തമായ ഒരു തിരിച്ചടിക്ക് വരുന്നുണ്ട്. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയണുമായിട്ട് ഞങ്ങൾ ഇനി വരുമ്പോൾ ഇറാൻ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആക്രമണം ഒരുപക്ഷെ ഈ ഭൂപടത്തിൽ നിന്ന്, ലോക ഭൂപടത്തിൽ നിന്ന് ഇറാനെ തൂത്ത് കളയുന്ന, തുടച്ചു മാറ്റുന്ന രീതിയിലൊരു ആക്രമണം വരും. മാത്രമല്ല ഞങ്ങളുടെ ആക്രമണത്തിലൂടെ ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നു. നിങ്ങളുടെ രാജ്യത്തെ മതഭരണകൂടത്തെ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇറാനിയൻ ജനതയുടെയും ഇസ്രായേൽ ജനതയുടെയും ഒക്കെ പിന്തുണ വേണമെന്നും ആവശ്യപ്പെടുന്നു. ഇതാണ് ആയത്തുള്ള അലി ഖമനയെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ആർമിക്ക് പിന്തുണ തേടി ഇപ്പോൾ വലിയ ചർച്ചകളാണ് ഇറാൻ നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.